ഫിജിയുടെ തലസ്ഥാനമായ സുവയിൽ ഒരു സിംഗ് കുടുംബം താമസിച്ചിരുന്നു. വിജയ് സിംഗും ഭാര്യ ഷെർലി സിംഗും ഒരു ഇന്ത്യൻ ഹിന്ദു കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു അവർ. ഇന്ത്യയിൽ നിന്ന് ഫിജിയിലേക്ക് കുടിയേറിയ അനേകം കുടുംബങ്ങളെ പോലെ തന്നെയായിരുന്നു അവരുടെ ജീവിതവും. പിന്നീട് 1993 വിജയും ഭാര്യയും അവരുടെ 4 മക്കളും ഫിജി വിട്ട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. 2001 ആയപ്പോൾ വിജയുടെ ബിസിനസ് വളരെയധികം വളർന്നു. ഷെർലി കുറെ വർഷങ്ങൾ ഒരു ഹെൽത്ത് സ്പായിൽ മസാജ് തെറാപ്പിസ്റ്റായി ജോലി ചെയ്ത ശേഷം സ്വന്തമായി ചെറിയൊരു മസാജ് സെന്ററും ആരംഭിച്ചു. സിംഗ് ദമ്പതികളുടെ മൂത്ത മകൾ 24 വയസ്സുള്ള സോണിയ വിവാഹിതയായി സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ജീവിക്കുന്നു. 22 വയസ്സുള്ള നിൽമ പഠനം പൂർത്തിയാക്കി ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്നു. 16 വയസ്സുള്ള കുനാൽ ഹൈസ്കൂളിൽ പഠിക്കുകയാണ്. അടുത്ത് എല്ലാവരുടെയും പ്രിയങ്കരിയായ ഏറ്റവും ഇളയ 10 വയസ്സുള്ള മകൾ സിഡി സമീപത്തെ ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു വരികയായിരുന്നു. നിൽമയ്ക്ക് മാക്സ് എന്നു പേരുള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. മാക്സ് നിൽമയേക്കാൾ 9-10 വയസ്സ് മുതിർന്നവനായിരുന്നു. എങ്കിലും ഇരുവരും തമ്മിൽ അതീവ സ്നേഹത്തിലായിരുന്നു. 2003 ഏപ്രിൽ മാസം 12 വിജയും ഷെർലിയും ബിസിനസ് ആവശ്യങ്ങൾക്കായി ഫിജിയിലേക്ക് പറന്നു. കുറച്ച് ആഴ്ചകൾ അവിടെ താമസിക്കാനായിരുന്നു അവരുടെ പദ്ധതി. ഇവർ വീട്ടിലില്ലാതായതോടെ നിൽമയ്ക്കും മാക്സിനും പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. ഇരുവരും ദിവസേന കണ്ടുമുട്ടാൻ തുടങ്ങി. 2003 ഏപ്രിൽ മാസം 18 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. സിംഗ് കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളും അവരുടെ മൂത്ത സഹോദരി സോണിയുടെ വീട്ടിൽ ഒരുമിച്ചുകൂടി രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഏപ്രിൽ മാസം 20 അന്നൊരു ഞായറാഴ്ച വൈകുന്നേരം ഏകദേശം 4:30 നിൽമ മാക്സിനൊപ്പം അവന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി. ചെറിയൊരു കാര്യം നിമിത്തം അവിടെ 1-2 മണിക്കൂർ ചിലവഴിച്ച ശേഷം അവർ തിരിച്ചു വന്നു. ആ രാത്രി കുനാലിന് സുഹൃത്തുക്കളുടെ ഒരു പാർട്ടിയിലേക്കുള്ള ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നം കാരണം അവൻ വീട്ടിൽ തന്നെ തുടർന്നു. അന്നേ ദിവസം രാത്രി മാക്സ് നിൽമയെ ഫോൺ ചെയ്തു. അവർ എന്താണ് സംസാരിച്ചത് എന്ന് ആർക്കും അറിയില്ല. വൈകുന്നേരം 8:30 നിൽമ തന്റെ സഹോദരിയായ സോണിയുമായി മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നിൽമ ഒരു മെസ്സേജ് അയച്ചു, എനിക്ക് പോകണം, ആരോ വാതിൽക്കൽ വന്നിട്ടുണ്ട് എന്ന്. അതായിരുന്നു നിൽമയും സോണിയും തമ്മിലുള്ള അവസാനത്തെ ചാറ്റ്. അതിനുശേഷം ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. ഇന്നും ഓസ്ട്രേലിയയിലെ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു ഭീകര സംഭവം. ഏപ്രിൽ മാസം 22 ഉച്ചയ്ക്ക് ഏകദേശം 2:30 മാക്സ് സിംഗ് കുടുംബത്തിന്റെ വീടിന് പുറത്തു നിന്ന് തന്റെ മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞു, നിൽമ മരിച്ചു, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന്. 2:33 മാക്സ് 000 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ 33 വയസ്സുള്ള മാക്സ് വീടിന് പുറത്ത് തന്റെ 2 മക്കളും ഒരു അനന്തരവനുമായി നിൽക്കുന്നതായിരുന്നു പോലീസ് കണ്ടത്. സിംഗ് കുടുംബത്തിന്റെ നായയായ ബിജോയും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ വന്ന ഡിറ്റക്റ്റീവ്സിനോട് മാക്സ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം 2:20 നിൽമയെയും സിഡിയെയും കാണാൻ അവൻ വീട്ടിലേക്ക് എത്തി. പലതവണ വിളിച്ചിട്ടും നിൽമ പ്രതികരിച്ചില്ല, മുൻവാതിൽ തുറന്നില്ല. അതോടെ അവൻ എന്തോ ആശങ്ക തോന്നി. അവൻ വീടിന്റെ പിൻവശത്തേക്ക് നടന്ന് അവിടെ പൂട്ടാതെ ഇട്ടിരുന്ന പിൻവാതിലൂടെ അകത്തേക്ക് കയറി. തുടർന്ന് നേരെ 2ാം നിലയിലേക്ക് നിൽമയുടെ മുറിയിലേക്ക് പോയി. നിൽമയുടെ മുറിയുടെ വാതിൽ പിടിയിൽ കൈവച്ച ആ നിമിഷം തന്നെ ആ ഹാൻഡിലിൽ രക്തക്കറകൾ അവൻ കണ്ടു. അതവനെ കൂടുതൽ ഭയപ്പെടുത്തി. അവൻ വീടിനകത്ത് എല്ലായിടത്തും എല്ലാവരെയും തിരഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ വിളിക്കാൻ തുടങ്ങി. പക്ഷേ ആ മുറിയും ലോബിയും എല്ലാം ശൂന്യമായിരുന്നു. ആ വീടിനുള്ളിലെ നിശബ്ദത വല്ലാത്ത ഭാരം നിറഞ്ഞതുപോലെ അനുഭവപ്പെട്ടു. അവസാനം ആ കുടുംബം ഉപയോഗിച്ചിരുന്ന ചെറിയൊരു സ്പാ ഏരിയയിലേക്ക് മാക്സ് പോയി. അകത്ത് നോക്കിയ നിമിഷം അവന്റെ ഹൃദയം അങ്ങ് നിലച്ചുപോയി. ഇത്രയും നേരം വീടിനകത്തും പുറത്തും തിരഞ്ഞു നടന്നിരുന്ന ആളുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിൽമ മലിനമായ സ്പാ വെള്ളത്തിൽ അനങ്ങാതെ കിടക്കുകയായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവിടെ നിൽമ മാത്രമല്ല എന്നവന് മനസ്സിലായി. 12 വയസ്സുള്ള സിഡിയും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു.
അവളുടെ അടുത്ത് കുനാലുമുണ്ട്. അവനും മരിച്ച നിലയിലായിരുന്നു. മൂവരെയും ആ ഒരു നിലയിൽ കണ്ടതോടെ മാക്സിന് കടുത്ത ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടു. ഒന്നും ആലോചിക്കാതെ കഴിയുന്നത്ര വേഗത്തിൽ അവൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. ഭയത്തിലും വേദനയിലും വിറയ്ക്കുന്ന ശബ്ദത്തിൽ എല്ലാം തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. നിൽമയുമായി മാക്സ് ഏറെ കാലമായി ഒരു റിലേഷൻഷിപ്പിലായതിനാൽ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഉടൻ തന്നെ പോലീസിനെ വിളിക്കുകയും ചെയ്തു. ആദ്യം സംഭവ സ്ഥലത്തെത്തിയത് പോലീസ് ഉദ്യോഗസ്ഥൻ സീനിയർ കോൺസ്റ്റബിളായ ആന്റണി ഗ്രീൻ നിൽമയുടെയും അവളുടെ സഹോദരി സിഡിയുടെയും മൃതദേഹം കണ്ടു. പക്ഷേ കുനാലിന്റെ മൃതദേഹം അപ്പോൾ അദ്ദേഹം കണ്ടില്ല. ഉടൻ അദ്ദേഹം ബാക്കപ്പ് ടീമിനെ വിളിച്ചു. കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി. ആ സ്പാഡബിലെ വെള്ളം മുഴുവനായും നീക്കം ചെയ്തു. മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അവിടെ 2 അല്ല 3 മൃതദേഹങ്ങൾ ഉണ്ട് എന്ന സത്യം പോലീസ് മനസ്സിലാക്കിയത്. മൂന്നാമത്തെ മൃതദേഹം 18 വയസ്സുള്ള കുനാലായിരുന്നു, നിൽമയുടെയും സിഡിയുടെയും സഹോദരൻ. ആ മലിനമായ വെള്ളത്തിൽ തന്റെ സഹോദരിയുടെ ഇടയിൽ കുനാലിന്റെ ശരീരം അത്രമേൽ താഴെ അമർന്നു കിടന്നതിനാൽ മുകളിലുണ്ടായിരുന്ന 2 മൃതദേഹങ്ങൾ നീക്കം ചെയ്ത ശേഷമാണ് പോലീസിന് അവനെ കണ്ടെത്താനായത്. ആ നിമിഷം പോലീസുകാരനായ ആന്റണി ഗ്രീന്റെ മനസ്സിൽ ഒരു സംശയം ഉയർന്നു വന്നു. പല മിനിറ്റുകളോളം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആ 2 മൃതദേഹം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അങ്ങനെ ആയിരിക്കെ മൃതദേഹങ്ങളെ ഒരിക്കലും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ മാക്സിന് മുൻപേ തന്നെ ആ സ്പായിൽ 3 പേരുണ്ട് എന്ന് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? അപ്പോൾ അവനാണോ കൊലയാളി? അല്ലെങ്കിൽ സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫിജിയിലേക്ക് പോയ മാതാപിതാക്കളാണോ കുറ്റവാളികൾ? ഞാനത് പറയാൻ കാരണം കഥയുടെ പിന്നീടുള്ള ചില ഭാഗങ്ങളിൽ മാതാപിതാക്കൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരുന്ന ചില ഇരുണ്ട രഹസ്യങ്ങൾ നിങ്ങൾ അറിയാൻ പോവുകയാണ്. അടുത്ത 1 മാസം മുഴുവനും സിംഗ് കുടുംബത്തിന്റെ വീട് പോലീസ് ഒരു ക്രൈം സീനായി സീൽ ചെയ്തു. അവിടെ നിന്നും നിരവധി തെളിവുകളും DNA സാമ്പിളുകളും ശേഖരിച്ചു. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് പ്രദേശത്ത് ഒരു വീട് മുഴുവൻ 1 മാസക്കാലം ക്രൈം സീനായി സൂക്ഷിച്ചത് അന്നത്തെ കാലത്തൊരു റെക്കോർഡായിരുന്നു. ഇപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നത്. വിജയും ഷെർലിയും ഫിജിയിൽ നിന്ന് ബ്രിസ്ബെയിനിലേക്ക് മാറിയപ്പോൾ അവർ വാങ്ങിയ വീടിനടുത്തായി ഒരു ഇറ്റാലിയൻ കുടുംബം താമസിച്ചിരുന്നു. അയൽവാസികളായതോടെ 2 കുടുംബവും സൗഹൃദത്തിലായി. പതിയെ കുട്ടികൾ തമ്മിൽ അടുത്ത് ഇടപെടാൻ തുടങ്ങി. ഒരുമിച്ച് കളിച്ചും സ്ഥിരമായി കണ്ടുമുട്ടുകയും ചെയ്യുന്നതിനിടയിൽ നിൽമ സിംഗ് പിന്നീട് ആ ഇറ്റാലിയൻ കുടുംബത്തിലെ മകൻ മാക്സുമായി ഒരു ബന്ധം ആരംഭിച്ചു. എന്നാൽ നിൽമ മാക്സിനൊപ്പം സമയം ചിലവഴിക്കുന്നത് വിജയും ഷെർലിയും ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിന് കാരണമുണ്ട്. ഒന്നാമത്, മാക്സ് നിൽമയേക്കാൾ 9 വയസ്സ് മുതിർന്നവനായിരുന്നു. രണ്ടാമത്തെ കാര്യം, പ്രായവ്യത്യാസത്തിന് പുറമെ മാക്സിന്റെ കഴിഞ്ഞ കാലത്തിലെ ചില കാര്യങ്ങൾ നിൽമയുടെ മാതാപിതാക്കൾക്ക് അവനെ കൂടുതൽ വെറുക്കാൻ കാരണമായി. അവൻ ഇതിനകം തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ വിവാഹത്തിൽ അവന് 2 മക്കളുമുണ്ട്. കൂടാതെ അവൻ ഒരു വിവാഹമോചിതനുമാണ്. അതുകൊണ്ട് മൂത്ത സഹോദരിയായ സോണിയ പോലും നിൽമയോട് മാക്സിൽ നിന്നും അകലം പാലിക്കാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ആ സമയത്ത് നിൽമ ആരുടെയും വാക്ക് കേട്ടില്ല. അവൾ മാക്സിനൊപ്പം താമസിക്കാൻ തുടങ്ങി. പക്ഷെ പതുക്കെ മാതാപിതാക്കളും സഹോദരിയും പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് നിൽമയ്ക്ക് തന്നെ മനസ്സിലാകാൻ തുടങ്ങി. 2003 മാർച്ചോടെ നിൽമ സത്യം സ്വയം തിരിച്ചറിഞ്ഞു. അവൾ മാക്സിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മടങ്ങി. ആ ഒരു ബന്ധം അവൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു. ഇപ്പോ ഇവിടെ വരുന്ന ഒരു ചോദ്യം ഇതാണ്: നിൽമ മാക്സുമായുള്ള ആ ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ച യഥാർത്ഥ കാരണം എന്തായിരുന്നുവെന്ന്. ചില കാരണങ്ങൾ സാധാരണമായിരുന്നു, പക്ഷെ ചിലത് അതീവ വേദനാജനകവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. ഒന്നാമത്തേത്, മാക്സ് നിൽമയെ പലപ്പോഴും മർദ്ദിക്കുമായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവൻ അത്യന്തം നിയന്ത്രണ സ്വഭാവമുള്ളവനായിരുന്നു. നിൽമ ആരോടെങ്കിലും സംസാരിച്ചാൽ അതൊക്കെ അവന് വലിയ അസൂയായി മാറും. എന്നാൽ ഇതൊന്നും തന്നെ ഏറ്റവും ഭീകരമായ കാരണങ്ങളായിരുന്നില്ല. പിന്നീട് നിൽമ തന്റെ അമ്മയോടും മൂത്ത സഹോദരി സോണിയയോടും പറഞ്ഞത് അതിലും ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. മാക്സും നിൽമയും അടുത്ത് ഇടപഴകുന്ന സമയങ്ങളിൽ മാക്സ് അവളെ പല വിധത്തിൽ കഠിനമായി പീഡിപ്പിക്കുമായിരുന്നു. അത്തരം നിമിഷങ്ങളിൽ നിൽമ പതുക്കെ മാക്സിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിച്ചു. പക്ഷെ മാക്സ് അവളെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അവനൊരു പുതിയ തന്ത്രം ഉപയോഗിച്ചു. തനിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്നും അധികകാലം ജീവിക്കാൻ കഴിയില്ല എന്നും അവൻ നിൽമയോട് കള്ളം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത ചില ദിവസങ്ങളിൽ നിൽമയ്ക്ക് അവനോട് ഒരു ചെറിയ കരുണ തോന്നി. പരസ്പരം ഒരു ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് എന്ന രീതിയിൽ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ പോലും സാധാരണ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുമായിരുന്നു. അപ്പോഴും നിൽമയുടെ മനസ്സ് ഒരു കാര്യത്തിൽ വ്യക്തമായിരുന്നു: ഇനി ഈ ബന്ധത്തിലേക്ക് ഒരിക്കലും തിരികെ പോകാൻ പാടില്ല എന്ന്. അതിനുശേഷം മാക്സ് ഇതിലും ഇരുണ്ട ഒരു അതിർത്തി കടന്നു.
അവരുടെ ശാരീരിക ബന്ധത്തിൽ നിന്നുള്ള നിൽമയുടെ നിരവധി സ്വകാര്യവും അശ്ലീലവുമായ ഫോട്ടോസ് അവൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ചില ഫോട്ടോസിൽ നിൽമയെ കെട്ടിയിട്ട നിലയിലും മാക്സ് മുൻപ് അവളെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ച വിചിത്രമായ പ്രവൃത്തികളും കാണിക്കുന്ന ദൃശ്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. അവയെല്ലാം അതീവ സ്വകാര്യവും വ്യക്തിപരവുമായ ചിത്രങ്ങളായിരുന്നു. എന്നാൽ മാക്സ് അതെല്ലാം നിൽമയുടെ നിരവധി സുഹൃത്തുക്കൾക്കും അവളുടെ സ്വന്തം മാതാപിതാക്കൾക്കും പോലും അയച്ചു. സ്വന്തം മകളുടെ ഇത്തരം ചിത്രങ്ങൾ കണ്ടപ്പോൾ വിജയും ഷെർലിയും ഏതൊരു മാതാപിതാവും ഒരിക്കലും അനുഭവിക്കാത്തൊരു വേദനയാണ് അനുഭവിച്ചത്. അതോടൊപ്പം മാക്സിനോട് അവർക്കുണ്ടായിരുന്ന ദേഷ്യവും ഇരട്ടിയായി മാറി. അത് എത്രത്തോളം ഇരട്ടിയായിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഇതിനുശേഷമാണ് നിൽമയുടെ ദേഷ്യം ആരംഭിച്ചത്. ആ ചിത്രങ്ങൾ അന്ന് അവൾ സമ്മതത്തോടെ എടുത്തതായിരുന്നാലും അത് മാക്സിനോടുള്ള ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ്. അത് തങ്ങളുടേത് മാത്രമായ സ്വകാര്യ നിമിഷങ്ങളാണെന്ന് അവൾ വിശ്വസിച്ചു. മാക്സ് അവയെ സുരക്ഷിതമായി സൂക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ് അവൾക്ക് ആ ഫോട്ടോസ് എല്ലാം അനുവദിക്കാൻ കഴിഞ്ഞത്. പക്ഷെ മാക്സ് ആ ചിത്രങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ച ആ നിമിഷം എല്ലാം തകർന്നു. അതിനുശേഷം മാക്സിലേക്ക് ഒരിക്കലും തിരികെ പോകാൻ കഴിയില്ല എന്ന് നിൽമയ്ക്ക് വ്യക്തമായി മനസ്സിലായി. ഈ കൊലപാതകങ്ങൾ നടന്ന സമയത്ത് വിജയും ഷെർലിയും ഫിജിയിലായിരുന്നു. തങ്ങളുടെ 3 മക്കൾ കൊല്ലപ്പെട്ടു എന്ന ആ വാർത്ത കേട്ട ഉടൻ അവർ ബ്രിസ്ബെയിനിലേക്ക് തിരികെ വന്നു. ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സ്വന്തം മക്കളുടെ ശവസംസ്കാരം ഒരുക്കേണ്ടി വന്ന ആ ഒരു വേദന, അതൊക്കെ അസഹനീയമായിരുന്നു. അതിന് പിന്നാലെ ശവസംസ്കാര ചടങ്ങിൽ മാക്സിനെ കണ്ട ആ നിമിഷം അവർക്കുള്ളിലുണ്ടായിരുന്ന ദേഷ്യം പൊട്ടിത്തെറിച്ചു. ഈ 3 കൊലപാതകങ്ങൾക്കും പിന്നിൽ മാക്സ് തന്നെയാണ് എന്ന് വിജയും ഷെർലിയും ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവിടെ വച്ച് തന്നെ ആ ചടങ്ങിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് മാക്സിനെ ഉടൻ തന്നെ പുറത്താക്കാൻ അവർ ആവശ്യപ്പെട്ടു. ആ ശവസംസ്കാര ചടങ്ങിൽ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നതിനാൽ മാക്സിനോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട സംഭവം അവരെല്ലാം ഉടൻ തന്നെ ശ്രദ്ധിച്ചു. അടുത്ത ദിവസം തന്നെ കുടുംബ സുഹൃത്തായി അറിയപ്പെട്ട ഒരാളെ എന്തുകൊണ്ടാണ് സിംഗ് കുടുംബം പുറത്താക്കിയത് എന്ന ചോദ്യവുമായി പത്രങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. അപ്പോഴേക്കും മാധ്യമങ്ങൾക്ക് മാക്സ് ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കാം എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അന്നു മുതൽ അവന്റെ ഓരോ നീക്കവും അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ മാക്സ് തുടർച്ചയായി പറഞ്ഞ ഒറ്റ കാര്യം താൻ നിരപരാധിയാണ് എന്ന്. ഈ മരണങ്ങൾ തനിക്കും അത്ര വേദന നൽകിയിട്ടുണ്ട്. നിൽമയുടെ കുടുംബം അനുഭവിച്ച അതേ വേദന താനും അനുഭവിക്കുന്നു എന്നവൻ അവകാശപ്പെട്ടു. പോലീസ് അവനെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തു. അവന്റെ വീട് പോലും വിശദമായി പരിശോധിച്ചു. പക്ഷേ ഇതെല്ലാം പോലീസിനെ കൂടുതൽ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. മാക്സിന്റെ വീട്ടിൽ നിന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒറ്റ തെളിവ് പോലും കണ്ടെത്താനായില്ല. ആ മുഴുവൻ കുറ്റകൃത്യ സ്ഥലത്തു നിന്നും മാക്സിനെതിരായ ഒരേ ഒരു തെളിവ് മാത്രമാണ് ലഭിച്ചത്. ഒരു കാൽപ്പാടിന്റെ അടയാളം. അത് മാക്സിന്റെ ബൂട്ടുമായി താരതമ്യം ചെയ്തപ്പോൾ അത് പൂർണ്ണമായി മാച്ചായി. എന്നാൽ അത് വെറും ഒരു സർക്കംസ്റ്റാൻഷ്യൽ തെളിവ് മാത്രമായിരുന്നു. അതിന്റെ പേരിൽ മാത്രം മാക്സിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയില്ലായിരുന്നു. എന്നിരുന്നാലും ശവസംസ്കാരത്തിന് ശേഷം നിൽമയുടെ മാതാപിതാക്കൾ മാക്സിനെതിരെ ഒഫീഷ്യലി ഒരു കേസ് ഫയൽ ചെയ്തു. പക്ഷേ ഈ കഥയിലെ ഇരുണ്ട രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരുന്നത് മാക്സ് മാത്രം അല്ല. കൊല്ലപ്പെട്ട 3 കുട്ടികളുടെ മാതാപിതാക്കളും പൂർണ്ണമായും അങ്ങനെ നിരപരാധികളായിരുന്നില്ല. കേസ് ഒടുവിൽ കോടതിയിലെത്തിയപ്പോൾ മാക്സിന്റെ പ്രതിരോധ സംഘം വിജയ് സിംഗിന്റെയും ഷെർലി സിംഗിന്റെയും സ്വകാര്യ ജീവിതത്തിൽ ഒളിഞ്ഞിരുന്ന നിരവധി സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അവസാനം കോടതിയുടെ മുൻപിൽ അവർ അതെല്ലാം അപമാനത്തോടെയും ലജ്ജയോടെയും സമ്മതിക്കേണ്ടി വന്നു. അതിൽ ഏറ്റവും വലിയ ഞെട്ടലെന്തെന്നാൽ വിജയ് സിംഗും ഷെർലി സിംഗും ബ്രിസ്ബെയിനിലെ ഒരു രഹസ്യ സമൂഹത്തിന്റെ അംഗങ്ങളായിരുന്നു. അതൊരു സ്വകാര്യ സാമൂഹിക കൂട്ടായ്മയായിരുന്നു. അതിനുള്ളിൽ ആ കൂട്ടായ്മയിലുള്ള ദമ്പതികളൊക്കെ പരസ്പരം കൂടിക്കാഴ്ച നടത്തി പാർട്ട്നേഴ്സിനെ പരസ്പരം മാറ്റി പരസ്പരം ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സംഘം. ഈ കപ്പിൾ സ്വാപ്പ്, പാർട്ട്ണർ സ്വാപ്പ് എന്നൊക്കെ പറയും. ഇതോടൊപ്പം കുട്ടികൾ അവധിക്കാലത്ത് വീട്ടിലില്ലാത്ത സമയങ്ങളിൽ വിവിധ പുരുഷന്മാരെയും സ്ത്രീകളെയും വീട്ടിലേക്ക് വിളിച്ച് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി വിജയ് സിംഗ് കോടതിയിൽ വെളിപ്പെടുത്തി. അവർ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളെയും വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. ഷെർലിക്കും ഇതെല്ലാം അറിയാമായിരുന്നു. ഇരുവരും തമ്മിൽ ഒളിച്ചു വയ്ക്കാതെ പരസ്പരം അറിഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. നിൽമ ആദ്യമായി തന്റെ അച്ഛനും അമ്മയ്ക്കും മറ്റു പലരുമായി ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾ തികച്ചും തകർന്നുപോയി. മാക്സിന്റെ പ്രതിരോധ സംഘം കോടതിയിൽ ഒരു ഓഡിയോ റെക്കോർഡിംഗ് പോലും കേൾപ്പിച്ചു. അതിൽ വിജയ് സിംഗ് ഒരു അജ്ഞാതനുമായി ഫോണിൽ സംസാരിക്കുകയാണ്. ആ മനുഷ്യൻ കടുത്ത ദേഷ്യത്തോടെ വിജയെ ശകാരിക്കുകയായിരുന്നു. കാരണം അവന്റെ ഭാര്യയും വിജയ് സിംഗും തമ്മിൽ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഇങ്ങനെ മാക്സിന്റെ അഭിഭാഷകർ ഈ ദമ്പതികളുടെ ജീവിതത്തിലെ എല്ലാ ഇരുണ്ടതും
ലജ്ജാകരവുമായ രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അവയെല്ലാം ഈ 3 സഹോദരങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. അവ വെറും ഈ മാതാപിതാക്കളുടെ സ്വകാര്യ ജീവിതശൈലി മാത്രമാണ് വെളിപ്പെടുത്തിയത്. അത് എത്രത്തോളം തന്നെ അപമാനകരമായിരുന്നാലും. അതിനാലാണ് കോടതിയുടെ അന്തിമ വിധിയെ ഇക്കാര്യങ്ങളൊന്നും ബാധിക്കാത്തത്. ഈ കേസിലെ അന്വേഷണം ഏകദേശം 5 വർഷം നീണ്ടുനിന്നു. ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ ഏറ്റവും നീണ്ടുനിന്ന കേസുകളിൽ ഒന്നായി ഇത് മാറി. ഈ കാലയളവിൽ പോലീസ് നിരവധി പ്രശ്നങ്ങൾ നേരിട്ടു. ഏറ്റവും വലിയ പ്രശ്നം, ലഭിച്ച എല്ലാ സൂചനകളും മാക്സിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. എന്നാൽ എന്നിട്ടും അവനെതിരെ കുറ്റപത്രം തയ്യാറാക്കി വിചാരണ ആരംഭിക്കാൻ പോലീസിന് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്ന് മാത്രം, ഈ ലഭിച്ച എല്ലാ തെളിവുകളും പരോക്ഷ തെളിവുകൾ മാത്രമായിരുന്നു. അന്നത്തെ രാത്രി മാക്സ് ആ സിംഗ് കുടുംബത്തിന്റെ വീട്ടിൽ കയറിയതും പുറത്തു പോയതും ഒന്നും ആരും കണ്ടിരുന്നില്ല. എന്നിരുന്നാലും പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചില്ല. ഉദ്യോഗസ്ഥർ തുടർച്ചയായി പ്രവർത്തിച്ചു. 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ രാവും പകലും ഈ കേസ് പിന്തുടർന്നു. എവിടെ നിന്നെങ്കിലും ഒരു ദിവസം ഒരു ചെറിയ പ്രതീക്ഷയുടെ വെളിച്ചം തെളിയുമെന്ന വിശ്വാസത്തോടെ. ഒടുവിൽ അവർ കാത്തിരുന്ന ആ പ്രതീക്ഷയുടെ വെളിച്ചം എത്തിയത് ആൻഡ്രിയ ബൗമൻ എന്ന സ്ത്രീയുടെ രൂപത്തിലായിരുന്നു. ഇതുവരെയും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഈ കഥയിൽ ഇതുവരെയും കേൾക്കാത്ത ഒരു പേര്. ആരാണ് ഈ ആൻഡ്രിയ ബൗമൻ? ഈ ആൻഡ്രിയ മാക്സിന്റെ കുട്ടിക്കാലത്തെ ഒരു സുഹൃത്തായിരുന്നു. ഇരുവരും ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഈ കേസ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായപ്പോൾ ഒരു ദിവസം ആ വാർത്ത ആൻഡ്രിയയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഈ കേസിലെ മുഖ്യ പ്രതി തന്റെ സഹപാഠിയായ മാക്സ് തന്നെയാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ 3 സഹോദരങ്ങളുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയണമെന്നായിരുന്നു ആൻഡ്രിയയുടെ ആഗ്രഹം. അതിനായി അവളൊരു പദ്ധതി തയ്യാറാക്കി. വർഷങ്ങൾ കഴിഞ്ഞാൽ പഴയ സ്കൂൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നത് ഒരു സാധാരണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രിയ മാക്സുമായി വീണ്ടും ബന്ധപ്പെടാനും പഴയ സൗഹൃദം പുതുക്കാനും തീരുമാനിച്ചു. അവൾ ഇന്റർനെറ്റിലൂടെ വീണ്ടും മാക്സുമായി സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്ന ഈ പഴയ സ്കൂൾ സുഹൃത്ത് യഥാർത്ഥത്തിൽ പോലീസിനായി പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ സഹായിയാണ് എന്ന കാര്യം മാക്സിന് ഒട്ടും അറിയില്ലായിരുന്നു. ഒരു ദിവസം ഇരുവരും സംസാരിക്കുന്നതിനിടെ മാക്സിന് ഒരു സംശയവും തോന്നാത്ത സമയത്ത് ആൻഡ്രിയ അപ്രതീക്ഷിതമായി ഒരു ചോദ്യം ചോദിച്ചു. ആ 3 സഹോദരങ്ങളുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ചോദ്യം. ഇതിനൊരിക്കലും തയ്യാറായിരുന്നില്ലാത്ത മാക്സ് എല്ലാം തുറന്നു സമ്മതിച്ചു. 2003 ഏപ്രിൽ മാസം 20 വൈകുന്നേരം 8:30 മുതൽ 8:35 വരെ താൻ സിംഗ് കുടുംബത്തിന്റെ വീട്ടിൽ കയറിയതായും 3 സഹോദരങ്ങളെയും കൊന്നത് താനാണെന്ന് മാക്സ് ആൻഡ്രിയയോട് സമ്മതിച്ചു. വീണ്ടും അവൻ പറഞ്ഞു, ആൻഡ്രിയ, ഒരു മനുഷ്യൻ വീണ്ടും വീണ്ടും ദയവായി എന്നെ വിട്ടയക്കൂ എന്ന് അപേക്ഷിക്കുമ്പോൾ അവനെ കൊല്ലുന്നത് എത്ര ബുദ്ധിമുട്ടാണ്. ഇത് കേട്ടപ്പോൾ ആൻഡ്രിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവനാണ് കൊലയാളി. അവൾ ആഗ്രഹിച്ച കാര്യം അവൾക്ക് ലഭിച്ചു, മാക്സിന്റെ തുറന്ന സമ്മതം. ഈ സംഭാഷണത്തിന് പിന്നാലെ അവൾ സംഭവിച്ച എല്ലാം ക്യൂൻസ്ലാൻഡ് പോലീസിനെ അറിയിച്ചു. അങ്ങനെ 5 വർഷത്തെ കഠിന പരിശ്രമത്തിനു ശേഷം പോലീസ് കാത്തിരുന്ന ആ വലിയ വഴിത്തിരിവൊടുവിലെത്തി. 2012 ജൂലൈ 4-ന് 12 അംഗ ജൂറി, 8 പുരുഷന്മാരും 4 സ്ത്രീകളും അവർ ഈ കേസ് പരിഗണിച്ചു. 4 ദിവസത്തെ വിശദമായ ചർച്ചയ്ക്ക് ശേഷം എല്ലാ 12 ജൂറി അംഗങ്ങളും ഒരേ തീരുമാനത്തിലെത്തി. മാക്സ് സിക എന്ന വ്യക്തി, അവൻ ഈ 3 സഹോദരങ്ങളെ കൊന്നതിൽ കുറ്റക്കാരനാണ്. കോടതി അവന് 45 വർഷത്തെ പരോളിനുള്ള അവസരം ഇല്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. മക്കളെ നഷ്ടപ്പെട്ടതിന് ശേഷം വിജയും ഷെർലിയും പറഞ്ഞത് ഇതാണ്, ഒരു കാലത്ത് കൊട്ടാരം പോലെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീട് ഇപ്പോൾ ജീവനില്ലാത്ത ശൂന്യമായ ഒരു സ്ഥലമായി മാറി. എല്ലാ മൂലകളിലും ഇപ്പോൾ ആഴമുള്ള നിശബ്ദത മാത്രമാണ്. ബന്ധുക്കൾ പല തവണ പറഞ്ഞു ആ ഒരു വീട് വിറ്റഴിക്കാൻ. എന്നാൽ ദമ്പതികൾ അത് നിരസിച്ചു. നിൽമ, കുനാൽ, സിഡി അവർ വിട്ടുപോയതുപോലെ തന്നെയായിരുന്നു അവരുടെ മുറികൾ ആ ദമ്പതികൾ സൂക്ഷിച്ചിരുന്നത്. ആ വീടിനുള്ളിൽ മക്കളുടെ ഓർമ്മയ്ക്കായി അവർ ഒരു ചെറിയ ദേവാലയം ഒരുക്കി. അവിടെ ഷെർലി വളരെ ശ്രദ്ധയോടെ മെഴുകുതിരി, ധൂപം, പൂക്കൾ, മക്കളുടെ ഫോട്ടോസ് എല്ലാം വച്ചു. പിന്നീട് ആ 3 കുട്ടികളുടെ ചിത്രങ്ങളുടെ കൂടെ ഒരു ചിത്രം കൂടെ കൂട്ടിച്ചേർത്തു. 2020 ഫെബ്രുവരി 3-ന് 43 വയസ്സുള്ള മൂത്ത മകൾ സോണിയ ഒരു ബ്രെയിൻ എന്യൂറിസം കാരണം മരിച്ചു. ഷെർലി പറഞ്ഞത്, എൻ്റെ അവസാന മകളുടെ മരണം അതെനിക്ക് സഹിക്കാൻ കഴിയുന്നത്ര വേദനാജനകവും അത്യന്തം ദുഃഖകരവും വളരെ ക്രൂരവുമായിരുന്നുവെന്നാണ്. അവൾ അത്രമേൽ ചെറുപ്പമായിരുന്നു. സിംഗ് കുടുംബത്തിൻ്റെ ഭയപ്പെടുത്തുന്നതും ഹൃദയഭേദകവുമായ ഈയൊരു കേസ് ഇവിടെ അവസാനിച്ചു.
ഈ കേസിലൂടെ എനിക്ക് പറയാനുള്ളത്, വിശ്വാസം അതൊരിക്കൽ തകർന്നാൽ അതിൻ്റെ ആഘാതം ഒരു വ്യക്തിയെ മാത്രമല്ല, പൂർണ്ണ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും നശിപ്പിക്കും. അന്ധമായ സ്നേഹവും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും അധികാരം, നിയന്ത്രണം, ഹിംസ എന്നിവയെ സാധാരണമായി കാണുന്നതും അതീവ അപകടകരമാണ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം അതൊരിക്കലും വേദനയാകരുത്. ഹിംസയും നിയന്ത്രണവും സ്നേഹത്തിന്റെ അടയാളമേ അല്ല. അതുപോലെ തന്നെ റെഡ് ഫ്ലാഗുകൾ ഒരിക്കലും അവഗണിക്കരുത്. തുടക്കത്തിൽ ചെറുതായി തോന്നുന്ന തെറ്റുകൾ പിന്നീട് ഭീകരമായ ദുരന്തങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ അത് തെറ്റാണ്, എന്തോ ശരിയല്ല എന്ന് തോന്നിയാൽ അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. വിശ്വാസത്തിന്റെ ദുരുപയോഗം ഏറ്റവും വലിയ കുറ്റവും വേദനയുമാണ്. നമ്മുടെയൊക്കെ സ്വകാര്യത ലംഘിക്കപ്പെടുമ്പോൾ അത് മാനസികമായും സാമൂഹികമായും ഒരാളെ തകർക്കും. അതുപോലെ തന്നെ നിശബ്ദമായിരിക്കുന്നതും കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ദുരുപയോഗം നേരിടുന്നവർ തുറന്ന് സംസാരിക്കുക, സമൂഹം അത് കേൾക്കുകയും വേണം. ഒരിക്കലും ഒരു ബന്ധത്തിൽ നിയന്ത്രണവും അസൂയയും ഒരിക്കലും അത് പ്രണയമല്ല, അത് അപകടത്തിന്റെ സൂചനയാണ്. അവസാനമായി, ഒരു തെറ്റായ വ്യക്തിയിലേക്കുള്ള വിശ്വാസവും സമയത്തിൽ തിരിച്ചറിയാനാകാത്ത അപകടങ്ങളും നിരപരാധികളായ ജീവനുകളെ വരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ കഥയുടെ ഏറ്റവും കഠിനമായ സത്യം. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റിൽ പറയാം. ഇതുവരെ കണ്ടിട്ടും ഒരു ലൈക്ക് പോലും ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.